ഹലോ ഹായ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ചാൽ 2025 അച്ചീവ്മെൻറ്റ്സ് പറയലാണ്. അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ മൂഞ്ചിപ്പോയ ജീവിതങ്ങൾ വിലയിരുത്തുന്നു. ഓക്കെ, പനി, ജലദോഷം, തൊണ്ടവേദന കാര്യങ്ങളൊന്നും എനിക്ക് വിലങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മോന് ഇതെല്ലാം ഉണ്ടായിരുന്നു. അഡ്മിറ്റ് ആയിരുന്നു. ഈ വർഷം 1 ജനുവരി 1 ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവൻ്റെ കൂടെ കൂടിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല, പെട്ടെന്നൊരു തലകറക്കം വന്നു, തൊണ്ടവേദന വന്നു, പിന്നെ അതിലൂടെ പനിയും വന്നു. ഓനപ്പുറത്തെ ബെഡിൽ, ഞാനിപ്പുറത്തെ ബെഡിൽ. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് കിടപ്പൊക്കെയായി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. അതും കഴിഞ്ഞ് പിന്നെ ഓണം വെക്കേഷനായി. കുറച്ചിപ്പം കുഴപ്പമില്ലാണ്ട് പോയി. ഓണം വെക്കേഷൻ്റെ ടൈമിൽ നമുക്ക് ചെറുതായിട്ടൊരു വയറുവേദന കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഡെലിവറീൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. ഓക്കെ, ഡെലിവറിയിൽ വന്ന ഒരു അച്ചീവ്മെൻറ്റ്സാണ് എനിക്ക് നല്ല വയറുവേദന. പീരീഡ്സ് ടൈമിൽ അനങ്ങാൻ പറ്റില്ല. അതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ മുതൽ എനിക്ക് എപ്പോഴും പെയിനായിരുന്നു. പീരീഡ്സിന് 4 ദിവസം കിടന്നിട്ട് പറ്റില്ല. അതിന് ഞാൻ വിചാരിച്ചു ഈ ഓണം വെക്കേഷന് തീരുമാനമാക്കാൻ വിചാരിച്ചൊന്ന് കാണിക്കാൻ പോയതാ മംഗലാപുരം. അപ്പം എന്തായി, അതും ചെയ്തു. ഓക്കെ, അങ്ങനെയെങ്കിലും വേദന തീരുമല്ലോ എന്ന് വിചാരിച്ച് സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ബാക്ക് പെയിൻ തുടങ്ങി. അടുത്ത അച്ചീവ്മെൻറ്റ്സ്, ആ ബാക്ക് പെയിൻ 3 മാസം നമ്മളത് കൂടെ തന്നെ പോയി. മരുന്നെല്ലാം വാങ്ങി റെസ്റ്റെല്ലാം എടുത്ത് കുറച്ചൊന്ന് ഓക്കെ ആയി. ഞാൻ പിന്നെ അതിനെ മൈൻഡ് ചെയ്യലില്ല. മൈൻഡ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വേദന കൂടുതൽ. മൈൻഡ് ചെയ്യാണ്ടാവുമ്പോഴേക്കും ഇവർ വിചാരിച്ചു എന്നാൽ അടുത്ത വേദന നമുക്ക് തരാം. അങ്ങനെ ഇതാ നമുക്ക് ചെറിയൊരു തലവേദന വന്നു. ഇതാ ഈ തലവേദനയല്ല, വേറൊരു തലവേദന. അതാ ഈ തലവേദന വന്നു. അങ്ങനെ തലവേദന വന്ന് പിന്നെ ടാബ്ലറ്റ് കഴിക്കും, കുറവില്ല. പിന്നെ കണ്ണ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും കണ്ണിനെല്ലാം നല്ല ചൊറിച്ചിൽ വന്ന്. പിന്നെ വിചാരിച്ച് കൊണ്ട് കാണിച്ചേക്കാം. കാണിച്ചപ്പം അലർജി ഉണ്ട്. ഓക്കെ, അലർജിക്ക് നമുക്ക് മരുന്ന് തന്നു. അതിൻ്റെ കൂടെ ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തു. കണ്ണിൻ്റെ പവറും അടിച്ചു പോയി. അങ്ങനെ ഇതാ 2025 ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ ഇതും കൂടെ വന്നു. ഇനി എന്താവുമോ അവസ്ഥ. ഇന്ന് 2025 ഡിസംബർ 31. എല്ലാവരെയും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ബൈ. നല്ലൊരു വർഷം ആയിരിക്കട്ടെ എല്ലാവർക്കും, എനിക്കും.